60 വർഷക്കാലമായി നാടകരംഗത്ത് നിൽക്കുന്ന പി.കെ. രവിയാണ് ഇന്ന് പാവൽ മീഡിയയുടെ കൂടെയുള്ളത്. അമച്വർ നാടകങ്ങളിലൂടെ കലാജീവിതത്തിന് തുടക്കം കുറിച്ചു. എൻ പിള്ളയുടെ സുപ്രീം കോർട്ട് എന്ന നാടകത്തിൽ ജീസസിന്റെ വേഷം ചെയ്തു. അനേകം നാടകവേദികളിലൂടെ യാത്ര ചെയ്ത പി.കെ. രവി നിരവധി നാടക സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെ.ആർ. രമേശിന്റെ പുതിയ നാടകത്തിന്റെ റിഹേഴ്സലിലാണ്. നാടകരംഗത്തെ വിസ്മയകരമായ യാത്ര നമുക്കൊന്നറിയാം. ബ്ലഡിൽ കലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എപ്പോഴാണ്? വളരെ യാദൃശ്യമായി ഇവിടെ തെക്കമൈനാപ്പള്ളി കൈരളി ബാലസമാജം എന്നൊരു ബാലസംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു നാടകം വന്ന് അവതരിപ്പിക്കേണ്ടി വന്നു. അത് കുറച്ച് മുതിർന്ന ആൾക്കാർ, എന്നേക്കാളും മുതിർന്ന ആൾക്കാർ, അന്ന് ബാലന്മാരിൽ മുതിർന്നവർ അന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച നാടകമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ജൂനിയറായ എനിക്കൊരു വേഷം തരണമെന്ന് അതിൽ പലരും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ വേഷം ആനന്ദക്കുട്ടന്റെ മുടിയനായ പുത്രൻ എന്ന നാടകത്തിലാണ് ഒരു വേലക്കാരന്റെ വേഷം അഭിനയിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. പിന്നീട് ഈ സംഘടനയുടെ വാർഷികാഘോഷങ്ങളിൽ പിന്നീട് മേനാപ്പള്ളി വയ്യമ്മയുടെ, അതായത് ഇന്നത്തെ പബ്ലിക് ലൈബ്രറിയുടെ പൂർവ്വരൂപം, അതിന്റെ ആവശ്യത്തിന് വേണ്ടി, കരുനാഗപ്പള്ളി ഹൈസ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി, തുടർന്ന് പ്രദേശത്തെ സോഷ്യൽ റിക്രിയേഷൻ ക്ലബിന് വേണ്ടി, അതെല്ലാം കഴിഞ്ഞ് പിന്നെ പ്രദേശത്തുള്ള ചില സംഘടനകൾക്ക് വേണ്ടി, ഷില്ലോങ്ങിലും ഡൽഹിയിലുമൊക്കെയുള്ള മലയാളി സംഘടനകൾക്ക് വേണ്ടിയൊക്കെ ഉള്ള ഒരു യാത്രയായിരുന്നു. ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നാടകങ്ങൾ, നല്ലതും ചീത്തയുമായ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ നാടക ജീവിതം എന്നെ സംബന്ധിച്ചുള്ള വളരൊരു മുതൽക്കൂട്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നാടകങ്ങൾ കാണാനുള്ള അവസരം ലഭിച്ചതൊക്കെ ഒരു വലിയ അനുഭവമായിരുന്നു. ആ യാത്ര അന്ന് എയർഫോഴ്സിലുണ്ടായിരുന്ന എനിക്ക് അവിടെ നിന്ന് പുറത്തു വരണമെന്നൊരു പ്രേരണയുണ്ടായി. അങ്ങനെ പുറത്തു വന്നു. സംഗീത നാടക അക്കാദമിയുടെ ഒരു നാടകങ്ങളിൽ പങ്കെടുത്തു. തുടർന്ന് നാടകങ്ങൾ അഭിനയിക്കാനുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ട് പല സമിതികളെ സമീപിച്ചു. എനിക്ക് ഏറ്റവും അന്നത്തെ ഇഷ്ടപ്പെട്ട പ്രധാന നാടകകൃത്തും സംവിധായകനും നടനുമൊക്കെ ആയ എൻ പിള്ള സാറിനെ യാദൃശ്യമായി കാണാൻ കഴിഞ്ഞു. ആദ്യത്തെ കൂടിക്കാഴ്ച വിജയകരമായിരുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരാവശ്യം വന്നപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെയാണ് സുപ്രീം കോർട്ട് എന്ന നാടകത്തിൽ ജീസസ് ക്രൈസ്റ്റായിട്ട് അഭിനയിക്കേണ്ടി വന്നത്. അത് വളരെ യാദൃശ്യമായിട്ടായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ എന്നെ ഉദ്ദേശിച്ചത് മറ്റൊരു വേഷത്തിനായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന രാജൻ ബി ദേവ് ആയിരുന്നു. രാജൻ ബി ദേവ് എന്നെ ഗാന്ധിയായിട്ടുമാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഗാന്ധിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മുഖം വേണം. അതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തലയുണ്ടാക്കി ഫിറ്റ് ചെയ്ത് ഗാന്ധിയാക്കാനും രാജൻ ബി ദേവിനെ ക്രൈസ്റ്റാക്കാനും ഒക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ സമയത്ത് യാദൃശ്യമായി മാവേലിക്കര പൊന്നമ്മയുടെ കത്തുമായി ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യുന്നു. അയാളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് പുള്ളിയോട് ചോദിച്ചത് തലമുടി മുട്ടയടിക്കാവുന്നു. തലമുട്ടയടിക്കാൻ റെഡിയാണെന്ന് വർമ്മ, അന്ന് രാജരാജവർമ്മ എന്നാണ് അയാളുടെ പേര്, എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. വർമ്മ തലമുട്ടയടിക്കാൻ തയ്യാറായി. മുട്ടയടിച്ചു നോക്കിയപ്പോൾ കൃത്യമായി ഗാന്ധിയോട് സാമ്യമുള്ളൊരു മുഖമായി അത് മാറി. അങ്ങനെ വർമ്മ ഗാന്ധിയായി. എന്നെ ക്രിസ്തുവാക്കാൻ വേണ്ടി എൻ്റെ നീളം കൂട്ടേണ്ടി വന്നു. അതിന് 3 ഇഞ്ച് പൊക്കമുള്ള ഒരു ചെരുപ്പ് സൃഷ്ടിച്ചു. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ അങ്ങനെ 6 അടിയിലധികം പൊക്കമുണ്ടായിരുന്ന ക്രിസ്തു എന്നാണ് സങ്കല്പം. അങ്ങനെ 5.25 അടിയിൽ എന്നെ മേക്കപ്പ് ചെയ്ത് ക്രിസ്തുവാക്കി. മറ്റ് ഗാന്ധിയും മാർസും ഒക്കെ ഏതാണ്ട് രൂപസാദൃശ്യമുള്ള ആൾക്കാരായിരുന്നു. അതായിരുന്നു പ്രൊഫഷണൽ നാടകത്തിലെ തുടക്കം. ആ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു ജോലി കിട്ടുന്നത്. ആ ജോലിയും നാടകമായിട്ട് മുമ്പോട്ട് പോയി. ചില വർഷങ്ങളിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് കാരണം ചില വർഷങ്ങളിൽ നാടകം അഭിനയിക്കാൻ കഴിയാതെ വന്നു. എങ്കിലും തുടർച്ചയായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൊഫഷണൽ എന്ന് പറയുന്ന തൊഴിൽ നാടകങ്ങളാണ് കൂടുതൽ അഭിനയിച്ച്, അല്ലാതുള്ള നാടകങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ആകാശവാണിയിൽ പോകേണ്ടി വന്നു. ചില ആകാശവാണി നാടകങ്ങളിലുണ്ടായി. പിന്നെ ശ്രീകണ്ഠൻ നായരെ പരിചയമുണ്ടോ? ശ്രീകണ്ഠൻ നായരെ പരിചയമുണ്ടെങ്കിലും ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് മറ്റ് മള്ളൂർ രാമകൃഷ്ണൻ, രാമൻകുട്ടി നായർ, ടി എൻ ഗോപിനാഥൻ നായർ, അങ്ങനെ കുറെ. പിന്നെ ആകാശവാണിയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് എപ്പോഴാണ്? ആകാശവാണിയിൽ ഞാൻ സംഗീത നാടക അക്കാദമിയുടെ നാടകക്കളരി കഴിഞ്ഞ് വന്നപ്പോൾ നാടകത്തോട് താല്പര്യമുള്ള ഏതെങ്കിലും മേഖലകളിലൊക്കെ ആയിരിക്കണമെന്ന് തോന്നി. അങ്ങനെ വോയിസ് ടെസ്റ്റിന് വേണ്ടി ആകാശവാണിയിൽ അപേക്ഷ കൊടുത്തു.
അവിടെ നിന്ന് വിളിച്ചു, സെലക്ഷനിൽ പങ്കെടുത്തു. ഒരു മാസം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു, വിജയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 മാസങ്ങൾക്ക് ശേഷം ഒരു നാടകത്തിൽ അഭിനയിക്കാൻ അവസരമുണ്ടായി. തുടർന്ന് പലപ്പോഴുമൊക്കെ ഇങ്ങനെ വർഷത്തിലൊന്ന്, ചില വർഷങ്ങളിൽ 2-3 നാടകങ്ങൾ, ചിലപ്പോൾ അഭിനയിക്കാത്ത വർഷങ്ങളുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഏതാണ്ട് ഈ കോവിഡ് കാലം വരെ ആകാശവാണി നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. ഈ എന്താ പറയാ, സംസ്ഥാന സർക്കാരിന്റെ ജോലി കിട്ടാനൊരു സാഹചര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? എയർഫോഴ്സിലെ ജോലി എന്തിനാ വിട്ടത്? എയർഫോഴ്സിന്റെ ജോലി എൻ്റെ ഒരു ജീവിതചര്യ അങ്ങനെ ആയിരുന്നു. കാരണം ഓഫീസിലെ ജോലിയും പിന്നെ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞുള്ള നാടക പ്രവർത്തനം എന്നുള്ള രീതിയിലായിരുന്നു അവിടുത്തെ നമ്മുടെ ദിനചര്യ. എല്ലാ ദിവസവും രാവിലെ 7:30 മണിക്കാണ് നമ്മുടെ ഓഫീസിൽ ജോലി ആരംഭിക്കുന്നത്. എയർഫോഴ്സുകാരൻ്റെ 7:30 മുതൽ 2 വരെ അത് നീണ്ടു നിൽക്കും. 1:30 വരെയാണ് യഥാർത്ഥം. ചിലപ്പോൾ ഗുമസ്ത ജോലി ആയതുകൊണ്ട് 2 മണി വരെയൊക്കെ ചിലപ്പോൾ പോകും. ആ ഭക്ഷണവും കഴിച്ച് ഒരു സൈക്കിളിന്റെ പുറത്ത് കയറി യാത്ര ആരംഭിക്കുന്നു. ആർക്കേപുരം എന്ന സ്ഥലത്ത് മലയാളി സംഘടനകൾ ഉള്ള ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടുത്തെ ആൾക്കാരുമായിട്ട് ചേർന്ന് പലതരത്തിലുള്ള റിഹേഴ്സലിൽ പങ്കെടുക്കുന്നു. ഞങ്ങൾ തന്നെ ഒരു സംഘടന ആ കാലത്തുണ്ടാക്കി. എയർഫോഴ്സിലും പുറത്തുമുള്ള ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് കലാകേന്ദ്രം എന്ന പേരിലാണ്. കലാകേന്ദ്രത്തിന് വളരെ ശ്രദ്ധേയമായ ചില നാടകങ്ങൾ ആ കാലത്ത് ചെയ്തു. പിള്ള സാറിന്റെ തന്നെ മെഹർബാനി അവിടെ ചെയ്തു. പിന്നെ എൻ്റെ സുഹൃത്ത് മോഹൻ എഴുതിയ ചില നാടകങ്ങൾ, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പല നാടകങ്ങൾ, 15ഓളം അവതരണങ്ങൾ ആ കാലത്ത് നടത്തിയിരുന്നു. ആ കാലത്താണ് ഈ അൽക്കാസി സംവിധാനം ചെയ്ത നാടകങ്ങൾ സൂളോ ഡ്രാമയിൽ, നാഷണൽ സൂളോ ഡ്രാമയുടെ അരങ്ങിൽ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു വളരെ പ്രത്യേകത, ഒരു സ്പെക്ടാക്കുലർ എന്ന് പറയാൻ കഴിയുന്ന ഒരു അവതരണമായിരുന്നു തുഗ്ലക്. ഗിരീഷ് കർണാട് എഴുതി അൽക്കാസി സംവിധാനം ചെയ്ത തുഗ്ലക് ഡൽഹിയിൽ ഓൾഡ് ഫോർട്ടിലെ അതിൻ്റെ 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഒരേ സമയത്ത് അതിൻ്റെ ഒരു വലിയൊരു സ്റ്റേജായിരുന്നു. തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് പോകുന്നു, തിരിച്ച് ഡൽഹി വരുന്നു, വേറെ ഒരിടത്ത് പോകുന്നു, അത് യുദ്ധങ്ങളും എല്ലാം ചേർന്ന് വളരെ സ്പെക്ടാക്കുലറായിട്ട് അവതരണം എന്നാണ് എനിക്കത് തോന്നിയത്. കാരണം നമ്മൾ ആ രീതിയിൽ അന്ന് അങ്ങനെ ഒരു പ്രകടനം ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചില നാടകങ്ങൾ കണ്ടു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പങ്കെടുക്കണമെന്നൊരു താല്പര്യമുണ്ടായി. ചില സുഹൃത്തുക്കൾ എന്നെ അതിനെ പ്രേരിപ്പിച്ചു. പക്ഷേ എയർഫോഴ്സിൽ നിന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ട്, ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. ഡൽഹിയിലൊരു ജോലിയില്ലാതെ, ഒരു വരുമാനമില്ലാതെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക ബുദ്ധിമുട്ടായി തോന്നിയതുകൊണ്ട് പണി അവിടെ വെച്ച് അവസാനിപ്പിച്ചൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നാടകക്രമത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു മലയാള സംഘടനയായി ബന്ധപ്പെട്ടൊരു നാടകത്തിൽ പങ്കെടുത്തു. തൊപ്പിൽ ഭാസിയുടെ പുതിയ ആകാശം പുതിയ ഭൂമി, ഏവൂർ പരമേശ്വരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ആയിരുന്നു അതിൻ്റെ സംഘാടകർ. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ദീർഘകാലം ജോലിയില്ലാതെ ഓഫീസിൽ പോകാതെ നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട്. അവർക്ക് ബുദ്ധിമുട്ടോട് കൂടിയായിട്ട് വിശദീകരണ നോട്ടീസ് തന്നു. അപ്പോൾ അത് രാജിവെച്ചു. അങ്ങനെ നാട്ടിൽ വന്ന് മറ്റു മേഖലകൾ വ്യാപരിക്കാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ എഴുതിയ ടെസ്റ്റിൽ നിന്നാണ് അങ്ങനെ ഒരു ടെസ്റ്റ് എഴുതി. അങ്ങനെയാണ് സൈനിക ക്ഷേമ വകുപ്പിൽ പിന്നെ NCC-യിലൊക്കെ സെലക്ഷൻ കിട്ടി. അത് ആദ്യം കിട്ടിയ അപ്പോയിന്റ്മെന്റ് ഓർഡർ സൈനിക ക്ഷേമ വകുപ്പിലായതുകൊണ്ട് അതിൽ ജോലി തീരുമാനിച്ചു. അപ്പൊ അതിനുശേഷമാണോ ആകാശവാണി? അല്ലല്ല, ആകാശവാണി അപ്പോൾ തന്നെ നാടകത്തിൽ 1-2 നാടകങ്ങളിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നു. 2-3 നാടകങ്ങളിലെ കാലത്ത് ആകാശവാണി പിന്നെ സ്ഥിരമായ നാടകങ്ങൾ പിന്നീട് എല്ലാ വർഷവും ചിലപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം, ചിലപ്പോൾ അതിലധികം തവണ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. ചില സമയത്ത് ഇപ്പോൾ KPSC അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-2 അവതരണങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ വേറെ മറ്റ് ചില ദൂരസ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഈ ജോലി ചെയ്യുന്ന സമയത്ത് നാടക പ്രവർത്തനം എങ്ങനെയായിരുന്നു? ഉറക്കം വലിയ പ്രശ്നം തന്നെ ആയിരുന്നു. എങ്കിലും ഓഫീസിന്റെ ജോലിക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ നാടകം അവതരിപ്പിക്കുന്നതിൽ, അതിൽ അഭിനയിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാലത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഒരു സഹകരണം ഉണ്ടായിരുന്നു ആ കാലത്ത്. ഈ ദൂരദർശനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ശരിക്കും ടെലിഫിലിമിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയായിരുന്നു? ദൂരദർശനുമായിട്ട് നമുക്ക് കാര്യമായ ബന്ധമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ചില സ്വകാര്യ ഏജൻസികൾ തയ്യാറാക്കിയ സീരിയലിലും ടെലിഫിലിമുകളും ഒക്കെ ദൂരദർശൻ പിൽക്കാലത്ത് സംപ്രേഷണം ചെയ്തു.
അങ്ങനെയാണ് ദൂരദർശനം. അന്ന് ആ ദൂരദർശനിൽ മാത്രമേ ഇതൊക്കെ വരുവുള്ളായിരുന്നു. ഏഷ്യാനെറ്റൊന്നും ആ കാലത്ത് തുടങ്ങിയിരുന്നില്ല. 92 ഞാൻ ആദ്യമായിട്ട് ഒരു സീരിയൽ ചെയ്തത്. അത് 13 എപ്പിസോഡായിരുന്നു ആ കാലത്തൊക്കെ. പിന്നെ ചില ടെലിഫിലിമുകൾ, ഒരു 3-4 ടെലിഫിലിമുകൾ ചെയ്തു. രാജസേനൻ സംഗീത സംവിധാനം നിർവഹിച്ചത് വൃത്താന്തം എന്ന സീരിയലിലായിരുന്നു. അന്ന് അജിത് ശ്രീധർ സംവിധാനം ചെയ്ത് മുതുകുളം മോഹൻ സ്ക്രിപ്റ്റ് എഴുതി, കെ രാജീവ്, കനകലത, കൃഷ്ണപ്രസാദ്, മുരുകൻ, അങ്ങനെ കുറെ അറിയപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ, തടിയൻ പ്രേം, ഇവരൊക്കെ പങ്കെടുത്ത ഒരു സീരിയലായിരുന്നു. അതിൽ സീരിയലിൽ ശരിക്കും കനകലതയായിട്ടുള്ള എക്സ്പീരിയൻസ് കനകലതയായിട്ട് ഒരു സീരിയൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. കനകലത പിന്നെ പഴയ നാടകക്കാരിയാണ്. അപ്പൊ അങ്ങനെ 2 നാടക പ്രവർത്തകർ എന്ന നിലയിൽ സൗഹൃദം ഉണ്ടായിരുന്നു. എന്റെ ഭാര്യയായിട്ടാണ് കനകലത ആ സീരിയലിൽ അഭിനയിച്ചത്. കൂടുതലും നാടകമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അനുഭവമായിരുന്നു. ആ കാലത്ത് തന്നെ എൻ്റെ ഒരു നമുക്ക് വേദന ഉണ്ടാക്കിയൊരു അനുഭവം, സംവിധായകന്റെ 4 വയസ്സുള്ളൊരു കുട്ടി ആണ് അതിന്റെ ഷൂട്ടിങ് നടക്കുമ്പോഴാണ് മരണപ്പെട്ടത്. എങ്കിലും ഏതാനും ദിവസങ്ങളുടെ ഇടവേള കൊടുത്തിട്ട് പിന്നെ ഞങ്ങളത് ആവർത്തിച്ച് ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കി. പറഞ്ഞ പോലെ മരണം ആർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നാടക പ്രവർത്തനം നാടകത്തിന്റെ ഒരു ദുരന്തം അതാണ്. ഒരിക്കലും നമ്മൾ ആര് മരിച്ചാലും നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നാടക അവതരണം മുടക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഈ പങ്കെടുത്തവർക്കെല്ലാം അറിയാവുന്നതാണ്. അച്ഛനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കാരണം എന്റെ സഹോദരൻ മരിച്ച് തൂങ്ങി നിൽക്കുന്ന ഡെഡ് ബോഡി കണ്ട് അന്ന് എനിക്ക് നാടകത്തിന് പോകേണ്ടി വന്നു. ഒരു നാടകം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഡെഡ് ബോഡി കാണുന്നത്. അന്ന് കന്യാകുമാരി ജില്ലയിലൊരു സ്ഥലത്താണ് നാടകവണ്ടി നേരത്തെ പോയി കഴിഞ്ഞു. എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരാൾ കൂടെ വന്നിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് അതിന്റെ ചടങ്ങുകൾ ഒരു 2 പകുതി വഴിയിലായപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു. പോയി അന്ന് നാടകം അഭിനയിച്ചു. അങ്ങനെ അനുഭവമുള്ള നിരവധി ആൾക്കാരുണ്ട്. ഭാര്യ മരിച്ചു കിടന്നിട്ട് നാടകം അഭിനയിക്കാൻ പോയ CC ബെൻസിന്റെ അമ്മ മരിച്ച നാടകം അഭിനയിക്കാൻ പോയിട്ട് വന്ന കബീർദാസ്, അങ്ങനെ നിരവധി ആൾക്കാർ ഈ രംഗത്തുണ്ട്. ഒരുപാട് ആൾക്കാർ. അതുപോലെ അനുഭവം അതെല്ലാം നാടക പ്രവർത്തകരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുള്ളതാണ്. കാരണം ഈ കാണുന്നവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ. എല്ലാം കള്ളമാണ് പറയുന്നത് എന്ന് ആയിരിക്കും പലരും കരുതുന്നത്. നമ്മൾ ചെന്നൊരു കാരണം പറഞ്ഞാലും അങ്ങനെയാണ് കരുതുന്നത്. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 2 നാടകങ്ങളിലൊക്കെയാണ് മിക്ക സമിതികളും സീസണാകുമ്പോൾ അഭിനയിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് ഒരല്പം താമസിച്ചാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. നമ്മളൊരു നാടകത്തിൽ പങ്കെടുക്കാവുന്ന കരാറിൽ ഏർപ്പെട്ടാൽ, കരാറെന്ന് പറയുമ്പോൾ എഴുതിയ കരാറാണോ അല്ലെങ്കിൽ അലിഖിത കരാറും ഉണ്ടാവാം. എന്തായാലും അതിലൊരു കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് തീരുന്ന, ആ സീസൺ തീരുന്നവരെ അതിനകത്ത് നിൽക്കണം. അവിടെ മറ്റെന്ത് ജോലി ഉണ്ടെങ്കിലും അത് നാടകം മുടക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അത് മാനേജ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായ ഒരു കാര്യമാണ്. ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെലിഫിലിമിൽ രമേശ് നാരായണൻ സംഗീതം ചെയ്ത എന്തെങ്കിലും? രമേശ് നാരായണന്റെ സഹോദരൻ രാധാകൃഷ്ണൻ ഞങ്ങളോടൊപ്പം അന്ന് ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്ത വൃത്താന്തത്തിൽ അഭിനയിച്ചിരുന്നു. ഒരു ടെലിഫിലിം വന്നപ്പോൾ രമേശ് നാരായണൻ അന്ന് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് സംഗീത സംവിധാനം നിർവഹിക്കാമെന്ന് സംവിധായകന് തോന്നി. അങ്ങനെ സമീപിച്ചു. അദ്ദേഹം സമ്മതിച്ചു, എന്നത് ചെയ്തു. ആ കാലത്ത് അജിത് ശ്രീധർ എടുത്ത 2-3 ടെലിഫിലിമിന് രമേശ് നാരായണൻ സംഗീതം കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കവിഞ്ഞ വലിയ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് നാടകരംഗത്ത് നിൽക്കുമ്പോൾ ഒരു പിന്തുണ ശരിക്കും ഉണ്ടോ? വീട്ടിൽ നിന്ന് കാര്യമായ എതിർപ്പൊന്നും ആ കാലത്തുണ്ടായിരുന്നില്ല. കാരണം ഒരു സമയത്ത് വരുമാനം നിലയ്ക്കുകയാണ്. ദൂരദർശൻ നമ്മുടെ എയർഫോഴ്സിൽ നിന്നുള്ള ജോലി വിട്ടപ്പോ സ്വാഭാവികമായിട്ടും ഒരു സാമ്പത്തിക പ്രശ്നം അവിടെ വരികയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് നാടകത്തിന് പോകാൻ തീരുമാനിച്ചത്. നാടകത്തിനുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ്. എങ്കിലും ഒരു പ്രൊഫഷണൽ നാടകം അഥവാ തൊഴിൽ നാടകത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ മേലുല്ലാസത്തോടൊപ്പം തന്നെ സാമ്പത്തിക സ്രോതസ്സും ഒരു ഘടകമാണല്ലോ. അന്ന് മറ്റൊരു തൊഴിലും ഇല്ലായിരുന്നു. യാദർശ്യമായിട്ടാണ് PSC ടെസ്റ്റ് എഴുതി എനിക്ക് നിയമനം ലഭിക്കുന്നത്. അപ്പോൾ നിയമനം കിട്ടിയപ്പോൾ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നിർബന്ധിച്ചു, ആ ജോലി കളയണ്ട, ഇനി
നാടകം കൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിയുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നാടകം കൊണ്ടുപോകാമെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ജോലി കളയണ്ട എന്ന് പലരും നിർബന്ധിച്ചു. അതിന്റെ ഭാഗമായിട്ട് നാടകവും കൊണ്ടുപോയി. പിന്നെ കാര്യമായ പിന്തുണ നമ്മളെ സഹകരിച്ച ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതുകൊണ്ട് നാടകം കൂടെ ഒപ്പം കൊണ്ടുപോയി. ശരിക്കും NN പിള്ളയല്ലേ ജോലിക്ക് കയറാൻ സഹായിച്ചത്? അതിന്റെ ശക്തമായ ഒരു അഭിപ്രായ കാര്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് വിശ്വകേരള സമിതിക്ക് വേറെ നടനെ കിട്ടും, പക്ഷെ രവിക്ക് പിന്നെ ഒരു ജോലി കിട്ടുക അത്ര ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെടുത്ത് കളഞ്ഞല്ലേ, അതുകൊണ്ട് കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കാതെ ഇത് ജോയിൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോവാമെങ്കിൽ ഒന്നിച്ച് പോവാം, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ആ അഭിപ്രായം 1-2 അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവച്ചു. അങ്ങനെ ഒരു കക്ഷിയാണ് മൈനാപ്പള്ളിക്കാരനായ സഖാവ് കെ ശ്രീധരൻ. ശ്രീധരന്റെ നിർബന്ധവും എന്റെ ചില ബന്ധുക്കളുടെ നിർബന്ധവും ഒക്കെ കാരണമാണ് സർക്കാർ ജോലി അന്ന് സ്വീകരിച്ച് നാടകത്തോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. അതൊരു കണക്കിന് നന്നായി അല്ലേ? നന്നായെന്ന് തോന്നുന്നു. കാരണം നാടകം കൊണ്ട് മാത്രം ജീവിതം മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പലരുടെ അവസ്ഥ എനിക്കറിയാം. എന്റെ പല സുഹൃത്തുക്കളും നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് വേദികൾ കുറഞ്ഞ അവസ്ഥയാണിപ്പോൾ. വളരെ അപൂർവം സമിതികൾ മാത്രമാണ് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. ബാക്കി എല്ലാവരും എണ്ണത്തിൽ വളരെ കുറച്ച് നാടകങ്ങളാണ് കളിക്കുന്നത്. ശരിക്കും നവമാധ്യമങ്ങള് നാടകത്തെ പ്രതികൂലമായി ബാധിച്ചു ശരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗമൊക്കെ എന്ന് പറയുന്നത്? മൊബൈൽ ഫോണിന്റെ ഉപയോഗം, പിന്നെ TV, കേബിൾ വഴിയുള്ള സീരിയലിന്റെ നോടുള്ള അഡിക്ഷൻ, ഇതെല്ലാം നാടകത്തെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ജീവിത രീതി തന്നെ ഇപ്പൊ മാറിക്കഴിഞ്ഞു. എല്ലാവരും അങ്ങനെ അവരുടേതായ ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കൂട്ടായ്മ ഇപ്പോൾ ഇല്ലാതെ വന്നിരിക്കുക. പണ്ടൊക്കെ ഒരു നാടകം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ, ഒരു ഗ്രാമത്തിന്റെ കൂട്ടായ പ്രവർത്തനമായിരുന്നു. അതിന്റെ ക്വാളിറ്റി അല്ല, അതിന് ആൾക്കാരുടെ പങ്കാളിത്തം. ഒരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും അഭിനയിക്കുന്നവർ 8-10 പേരായിരിക്കും, ബാക്കി മുഴുവൻ ആൾക്കാരുമായിട്ട് സഹകരിക്കുകയാണ്. സ്റ്റേജ് നമ്മൾ തന്നെ കെട്ടിയുണ്ടാക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ ആരെങ്കിലുമൊക്കെ പലതരത്തിലുള്ള സംഭാവനകൾ നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1 മാസമോ അല്ലെ 2 മാസത്തെയോ കഠിനാധ്വാനത്തിന് ശേഷമാണ് ഒരു നാടകം അവതരിപ്പിക്കുന്നത്. ഒരു പ്രദേശത്തെ, ഒരു ഗ്രാമത്തിന്റെ ആ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഇന്നിപ്പോ ആ രീതിയിലുള്ള അവതരണങ്ങളില്ല. ഇപ്പം രമേശിന്റെ നാടകത്തിലാണ്, രമേശിന്റെ നാടകത്തിലാണ് അഭിനയിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു നാടകം ഉണ്ടായിരുന്നു തൃശ്ശൂര്. അതെ, അത് ആർട്ടിക് എന്ന പേരിൽ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ച നാടകമാണ്. വ്യത്യസ്തമായൊരു നാടകം. ഈ പ്രൊഫഷണൽ നാടകങ്ങൾ, നമ്മുടെ തൊഴിൽ നാടകങ്ങൾക്ക് ഇന്ന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ നാടകങ്ങൾ അവതരിപ്പിക്കാൻ താല്പര്യം തോന്നി. അങ്ങനെയാണ് അതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ശരിക്കും ആദ്യം അമച്വർ ആയിരുന്നു, പിന്നീട് പ്രൊഫഷണലായി, പ്രൊഫഷണലിൽ നിന്ന് വീണ്ടും അമച്വറിലേക്ക് വന്നു. അമച്ചർ എന്നത് യഥാർത്ഥത്തിന്റെ ഒരു അമച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അഭിനയിക്കുന്നവരെല്ലാം ഈ ആദ്യ നാടകത്തിൽ തുടക്കം കുറിക്കുന്നവരാണെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു തൊഴിലായിട്ട് നാടകം കൊണ്ടുപോകുന്ന ആൾക്കാരെ തൊഴിൽ നാടകക്കാരെന്നോ അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടകക്കാരെന്നോ പറയുന്നു. മറിച്ച് അമച്ച നാടകം എന്ന് പറയുമ്പോൾ നാടകത്തെ വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവർക്ക് അതൊരു തൊഴിലായിട്ട് മാത്രമല്ല അവർ കാണുന്നത്. ആ രീതിയിലാണ്. ഇന്നിപ്പോ അത് അമച്ചർ എന്ന് പറയുന്നതിൽ നല്ലത് സമാന്തര നാടകം എന്ന് പറയുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ വേണമെങ്കിലും പേരല്ല പ്രശ്നം, നാടകത്തിന്റെ കണ്ടന്റാണ്. എങ്ങനെയാണ്, എന്താണ് കാണിക്കുന്നത്, അത് വിശ്വസനീയമായാണോ? അത് അമച്ചറായാലും പ്രൊഫഷണലായാലും ജനത്തിന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആർട്ടിക് എത്രത്തോളം മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെന്ന് പറയാൻ ഇഷ്ടപ്പെട്ട നിരവധി ആൾക്കാരുണ്ട്. ഉത്സവപ്പറമ്പുകളിൽ ആ നാടകം കളിക്കാൻ പറ്റത്തില്ല, അതിനുള്ള സൗകര്യമില്ല. അല്ല, ഇന്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയൊരു നാടകമായിരുന്നു. കാരണം ആ നാടകം കാണാൻ ഈ നിറഞ്ഞു കവിഞ്ഞ 500ഓളം പേർക്ക് മാത്രമാണ് അവർ ആദ്യം ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കിയിരുന്നത്. വീണ്ടും 200-200ലധികം ആൾക്കാർ അവിടെ കറയിലിരുന്നും അല്ലാതെ അടുത്ത നിന്നുമൊക്കെയാണ് ആ നാടകം കണ്ടത്. വലിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ അപൂർവം അവതരണങ്ങൾ മാത്രമാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ചിലർക്കൊന്നും ആ നാടകം വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല ആൾക്കാർ. അതൊക്കെ സംഭവിക്കുന്നതാണ്. ഉത്സവപ്പറമ്പിൽ നാടകം കളിക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ശരിക്കും ഈ നിർമാല്യം എന്ന് പറയുന്ന നാടകം, നിർമാല്യം എന്ന നാടകത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം MD തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കാലഘട്ടത്തിലായതുകൊണ്ട് MDക്ക് അത് ചെയ്യാൻ പറ്റി, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നാടകം അഭിനയിച്ച സമയത്തും
അത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കളും പറ്റല്ല കുറച്ച് ആൾക്കാരും 250 ആൾക്കാരുമാണ് പ്രേക്ഷകരായി അന്നുണ്ടായിരുന്നത്. എന്നിട്ട് വന്നപ്പോൾ രണ്ടാമത്തെ ആർട്ടിസ്റ്റ് ചിക്കൻ ബോക്സ്. ചില അനുഭവങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും വേദികൾക്ക് പിന്നിൽ വാളുമായിട്ട് ആൾക്കാർ വരികയാണ്. ഞങ്ങളാൽ മേലായി പടിയും കൊണ്ട് വന്നേക്കരുത് എന്നൊക്കെ പറയാറുണ്ട്.